അസ്സലാമലൈക്കും, വെൽക്കം ടു ഷെബീസ് കിച്ചൺ. ഇപ്പോൾ ഷെബീസ് കിച്ചൺ ആ പേരെങ്കിലും വീഡിയോ ഫുള്ള് കുട്ടികളതല്ലേ. ഇന്ന് വണ്ടി എൻ്റെ പണിയൊക്കെ ഒതുങ്ങിയതിന് ശേഷം ഒന്ന് വണ്ടി കഴുകാമെന്ന് വിചാരിച്ചതാണ്. അപ്പേക്കും ദാണ്ട് രണ്ടെണ്ണം ഓടിയെത്തി. എന്നാൽ പിന്നെ ഞാൻ തന്നെ ഏറ്റെടുക്കുക വണ്ടി കയ്യിൽ. ഒറ്റയ്ക്ക് കഷ്ടപ്പെടുന്ന ഇഷ്ടമില്ല എന്നുള്ള പോലത്തിൽ ഓരെന്നെ ഫുള്ള് കഴുകുന്ന. ഒരാൾ കഴുകുന്നുണ്ട്, മറ്റാൾ ഉണ്ടാക്കുന്നുണ്ട്, സോപ്പിടാന്നുള്ള പോലത്തിൽ വന്നിട്ടുണ്ട്. ഇത് ഞാൻ മറ്റേ ആൾ വെള്ളം ഒഴിക്കുന്നത് വീഡിയോ എടുക്കുമ്പോഴേക്കും ഇയാൾ എന്താക്കിക്ക് ഈ വെള്ളം ഒഴിക്കുന്ന സ്ഥലം നോക്കാൻ വേണ്ടി വന്നൊക്കെ. ഇത് നമ്മൾ നോക്കിക്കില്ല, അവർ അതിൻ്റെ അകത്ത് വീഴാനൊക്കെ സാധ്യതയുണ്ട്. വീണാൽ നേരെ നല്ല ഒലിപ്പാണ്. അവിടെ നല്ല മഴ പെയ്യുന്ന സമയത്ത് നല്ല ഒലിപ്പുണ്ടാവും. ഇതാ അവർ ഒരാൾ വെള്ളം ഒഴിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പം മറ്റേ ആൾ നോക്കുന്നത്. ഞാൻ മാത്രം ഇങ്ങനെ വെറുതെ ഇരുന്നാൽ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഞാനും കൂടി ചെയ്തു കൊടുക്കുന്നുണ്ട്. കച്ചറുള്ള ഭാഗങ്ങളൊക്കെ ചൂണ്ടി കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇവിടെയൊക്കെ അയക്ക് വെട്ടിക്കുണ്ട്, പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തോ എന്നുള്ള പോലത്തിൽ. ഇനി ഒന്ന് വെള്ളം ഒഴിക്കട്ടെ, ഉണ്ടാക്കട്ടെ. ഇക്കൊക്കെ കുറേ സമയമായില്ലേ വെള്ളം ഒഴിക്കുന്നത്. അപ്പോൾ ഞാൻ രണ്ടെണ്ണത്തിന് അവിടെ കയറ്റി നിർത്തി. ഞാൻ സോപ്പിൽ വരച്ച് റെഡിയാക്കി വെച്ച സമയത്താണ് വീണ്ടും വരുന്നത്. ഇനി ബാക്കി ഞങ്ങൾ വരച്ച് തരാമെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും താണ്ട് ഇനി മാറി മാറി സോപ്പ് അരക്കുന്നത്. വീഡിയോക്ക് വേണ്ടി മാത്രം അരക്കുന്ന ഒന്നല്ല കേട്ടോ. ഇത് അവർ ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്നുണ്ട്. സത്യത്തിൽ ഞാൻ അവരെ മാറ്റി നിർത്തിയതാണ്. അധികം മഴൻ്റെ ചെറിയ പാറലുണ്ട്, പനിയൊക്കെ വരാൻ സാധ്യതയില്ലേ, അതുകൊണ്ട്. പക്ഷെ അവർ വിടുന്നില്ല എന്നെ. ഞങ്ങളൊരുക്കും എന്നുള്ള ഒരേ ഒരു ഭാഷയിലാണ് രണ്ടെണ്ണം കിടക്കുന്നത്. സംഭവം ഒരു ഇരട്ട കുട്ടികളോട്ടെ ഇവർ. ഒന്ന് ചെയ്താൽ അതന്നെ മറ്റാക്കും ചെയ്യണം. ഇപ്പോൾ ഒരാൾ വെള്ളം ഒഴിക്കുന്നതാണെങ്കിൽ മറ്റേക്കും വെള്ളം ഒഴിക്കണം, ഒരാൾ സോപ്പിടുകയാണെങ്കിൽ മറ്റേ സോപ്പിടും. അങ്ങനെ വണ്ടി കഴുകലൊക്കെ കഴിഞ്ഞ് രണ്ടുപേരെ ഞാൻ അകത്തൊക്കെ കയറ്റി. എന്നിട്ട് ഞാൻ വണ്ടിയെല്ലാം കഴുകി കഴിഞ്ഞ് ഇതാണ്ട് കുട്ടപ്പത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് റോഡിൽ ഇറക്കുമ്പോഴാണ് ഒരു വിഷമം ഉണ്ടാവുക. കാരണം ഫുള്ള് ചളിയാകുമോ വിചാരിക്കുന്ന കഴുകണ്ടേനും. എന്തായാലും എനിക്ക് ഇവിടെ ചവിട്ടിയിട്ട് വണ്ടി അങ്ങോട്ട് ഉരുട്ടി കൊണ്ടുവന്ന കാര്യം വിചാരിക്കുമ്പോൾ ഒരു സങ്കടമായിരിക്കും. ഇതാ ഞാൻ രണ്ടെണ്ണത്തിനെ പിടിച്ച് അകത്ത് കയറ്റിയതോ, രണ്ടും പുറത്ത് മഴ ഒന്ന് നനയാന്നുള്ള പുറത്ത് തന്നെ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഒന്നേ ഇറങ്ങിയത്. ഇപ്പം ഇങ്ങനെ കാണാം വീഡിയോ തന്നെ. ഒരാളുണ്ടാകുമ്പോൾ മറ്റേ ആളില്ലെങ്കിൽ അയാൾ കൂട്ടി കൊണ്ടുവന്നിട്ടെങ്കിലും എന്താക്കും അവർ കളിക്കും. പിന്നെ പെർമിഷനൊക്കെ എടുത്ത് ഉണ്ടാക്കി കുറച്ച് സമയം ഒന്ന് ഞങ്ങൾ ഡാൻസ് കളിച്ചോട്ടെ എന്നുള്ള കുറച്ച് ഇതുണ്ടേ. കണ്ടില്ലേ, മൂത്താൾ ഇളയാളെ മെല്ലെ കൂട്ടി കൊണ്ടുപോവാം. ഇളയാൾ അറിയില്ല മൂത്താളിങ്ങനെ മഴ നനയാൻ പോയതൊന്നും അറിയില്ലേ. ഇതാ ഇപ്പം രണ്ടിൻ്റെയും കളി കാണാം. ആദ്യം വെള്ളം മേത്താക്കി എന്നുള്ളൊരു പരാതി വന്നേ. പക്ഷേങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ രണ്ടും കൂടിയോ നല്ല കളി തുടങ്ങും. ആദ്യം ഭയങ്കര പരാതിയൊക്കെ പറയുമെങ്കിലും നല്ല രസമാണ് ഇതൊക്കെ കാണാൻ. ഈ ലൈഫ് ഈ സമയത്തല്ലേ നമ്മൾ ഇതൊക്കെ എൻജോയ് ചെയ്യാം. അധികം ഞാൻ പിടിച്ചു വെക്കില്ല. ഞാൻ പനി വരുന്നതിന് പേടിച്ചിട്ട് കുറച്ചൊക്കെ മൂത്താളെ സ്കൂളങ്ങ് പോയിപ്പോലോ, അതുകൊണ്ട് പറയും അധികം കളിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് പിടിച്ചു വെക്കും. അല്ലാതെ തുള്ളുക, മറ്റാളെ മേത്ത് തെറിപ്പിക്കുക, ഇതന്നെ അവർ. ഒരാളെ തുള്ളി ഇനി അടുത്താളും തുള്ളി. പിന്നെ എന്തൊക്കെയാണ് നിങ്ങളെ മക്കൾ ഇങ്ങനെ തന്നെ ആയിരിക്കില്ലേ, നമ്മളൊരു പണിയെടുക്കുമ്പോൾ അവർ സഹായിക്കാൻ വരും. നിങ്ങൾ കമൻറ്റ് ചെയ്യും. പിന്നെ വേറെന്തൊക്കെയാണ് നിങ്ങളെ വിശേഷം? അവിടെ മഴയുണ്ട്, ഇവിടെ നല്ല മഴയാണ് ഇന്നൊക്കെ. രണ്ടുപേരോട് ഇനി മതി, കയറാൻ വേണ്ടി കുറേ സമയം പറഞ്ഞു. എന്നിട്ടാണ് രണ്ടും കൂടി ഒന്ന് കയറാമെന്ന് സമ്മതിച്ചത്. അതുവരെ അവർ അവിടെ കിടന്ന് തുള്ളുമായിരുന്നു. കണ്ടില്ലേ, ഇളയാൾ എന്നാലും ഇങ്ങോട്ട് കയറാ എന്നുള്ള ഒരു താല്പര്യമൊക്കെ ഉണ്ട്. മൂത്താൾക്ക് അതൊന്നുമില്ല. ഇളയാൾ വന്നിട്ടില്ലെങ്കിലും മൂത്താൾ എന്താക്കും, മൂത്തൻ്റെ പേര് ഹനീൻ എന്നാണ്, രണ്ടാമത്തെ പേര് ഹാലിം എന്നാണ്. ഹാലിമിനെ കൂട്ടി എന്താക്കും കൊണ്ടുപോകും. എത്ര വട്ടാ വിളിച്ചതെന്നറിയോ, അവരോടൊന്ന് ഡാൻസ് കളിക്കാം. നല്ല രസാട്ടോ. അവർ രണ്ടും കൂടി എൻജോയ് ചെയ്യട്ടെ എന്ന് ഞാനും വിചാരിച്ചു. ഞാനിങ്ങനെ അധികം സ്ട്രിക്റ്റൊന്നും ആക്കിയിട്ടില്ല. പാവല്ലേ, അവർ കുറച്ച് കളിച്ചോട്ടെ. ശനിയും ഞായറിലെ ലീവ് ഉണ്ടാവും. ഹനീന് ശനിയും ഞായർ ലീവാണ് സ്കൂൾ. ലാസ്റ്റ് ഈ കാണുന്നത് അവരുടെ ഡാൻസാണ്. മില്ലുമിനാട്ടി ഡാൻസ് കളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു.
അങ്ങനെ ദാണ്ട രണ്ടും ഡാൻസൊക്കെ കളിച്ച് രണ്ടെണ്ണത്തിനെ കൂട്ടി കൊണ്ടുപോയി ഞാൻ നന്നായിട്ട് കുളിപ്പിക്കുകയൊക്കെ ചെയ്ത് ഇപ്പോൾ ഒരു 5 മിനിറ്റ് ഫോണെന്നും പറഞ്ഞ് വന്നതാണ്. ഞാൻ അങ്ങനെ ഫോണൊന്നും കൊടുക്കാറില്ല, പക്ഷെ എപ്പോഴെങ്കിലും ഇതുപോലെ കുളിയൊക്കെ കഴിഞ്ഞാൽ ഒരു 5-10 മിനിറ്റ് അത് അവർക്കുള്ളത് ഫോൺ കൊടുത്ത് ഇനിയൊന്ന് ഉറങ്ങി കഴിയുമ്പോഴേക്കും പിന്നെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ രാത്രിയായി പഠിക്കാൻ ഇരുന്നാൽ ഇവിടെ നടക്കുന്ന കഥയൊന്നും പറയണ്ട. മൂത്താളെ എഴുതുന്നുണ്ടാവും, അപ്പം രണ്ടാമത്തെ ആൾക്കൊരു ബാഗും തൂക്കി നടക്കാം. അയാളെ സ്വന്തം ബാഗാണ്, പക്ഷെ പറഞ്ഞിട്ടെന്താ അത് അവിടെ എവിടെ ഒന്നും വെക്കുകയും ചെയ്യുക. അതിലാണെങ്കിൽ ഹനീൻ്റെ ബുക്കൊക്കെ എടുത്തിടും. ഇത് കണ്ടില്ലേ, ഒരു ബുക്ക് ഇതൊന്നും ഞാൻ എടുത്തിട്ടതല്ല, എല്ലാം രണ്ടാമത്തെ ആളെ പരിപാടിയാണ്. ഫുള്ള് പുസ്തകമൊക്കെ ഇങ്ങനെ നിരത്തിയിടുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഇങ്ങനെ അവനെ ഓരോന്നോരോന്ന് എടുക്കുക, അവൻ്റെ ബാഗിലോട്ട് വെക്കുക, നടക്കുക. ഇപ്പോൾ ഇനി സ്കൂളിൽ പോവാവേ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞിപ്പോൾ പോകുന്നതാണ്. സ്കൂൾ വണ്ടി വന്നിട്ടുണ്ട് എന്നാണ് എന്നോട് പറഞ്ഞത്. ഇതാണ് വണ്ടി, ഈ വണ്ടിയിലാണ് അവൻ സ്കൂളിൽ പോകുന്നത്. അവൻ സ്വയം ക്രിയേറ്റ് ചെയ്യുന്നതാകട്ടെ ഇതെല്ലാം കണ്ടോളെ. ഇതിനൊക്കെ ബാഗിലെടുത്ത് വെച്ച സാധനങ്ങൾ ഞാൻ ചോദിച്ചതാണ് എന്തൊക്കെയാണ് എൻ്റെ ബാഗിലുള്ളത്. പെൻസിൽ, നിങ്ങൾ വിചാരിക്കും ഒരു പെൻസിലൊന്നുമല്ല, എത്രത്തോളം പെൻസിലുണ്ടാവും. ആ പെൻസിൽ മൊത്തം ബാഗിലുണ്ടാവും. പിന്നെ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. അസ്സലാമു അലൈക്കും.